ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് കോഴിക്കോടുള്ള ചാലിയം ബീച്ചിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു ഷോപ്പ് കണ്ടിട്ട് അവിടുന്ന് ഈ പുല്ലുമുട്ടായി കഴിച്ചു. ഇനി നമ്മൾ ടൗണിലേക്കാണ് പോകുന്നത്. അവിടുന്ന് റിക്ഷയിലാണ് ചാലിയം ബീച്ചിലേക്ക് പോകുന്നത്. റിക്ഷയിൽ പോകുമ്പോൾ തന്നെ എല്ലാം നിങ്ങൾക്ക് കാണാം. കുറേ തോണിയും അതും ഇതും, പിന്നെ ഇങ്ങോട്ടാണ് ഹാർബർ ഉള്ളത്. അപ്പോൾ അതൊക്കെ കാണാം. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ പുഴയുടെ സൈഡിലാണ് റിക്ഷ പോകുന്നുള്ളത്. അപ്പോൾ ഇവിടേക്ക് കഴിഞ്ഞാൽ അപ്പുറം ഉള്ള ബേപ്പൂർ ബീച്ചിലേക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റും. കുറേ ഷോപ്പുണ്ട് ഇവിടെ. ഉപ്പിലിട്ടതും കുറേ ഐറ്റംസ് ഉള്ളതൊക്കെ ഉണ്ട്. പിന്നെ ബോട്ടിങ് അതൊക്കെയുണ്ട്. അപ്പോൾ ചാലിയം ബീച്ചിലേക്ക് എത്തി. ഞങ്ങൾ റിക്ഷയൊക്കെ ഇറങ്ങി. പിന്നെ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നടക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ കാണാം എന്തോ ഒരു ഷോപ്പുണ്ട്. ഇത് കുറേ ടോയ്സോ കീച്ചെയിനോ അങ്ങനെയുള്ള ഒക്കെ ഷോപ്പാണ്. അപ്പോൾ ഇതൊക്കെ നോക്കി ഇങ്ങനെ നടന്നുകൊണ്ട് പോവാണ്. അപ്പോൾ ഐസ്ക്രീമിൻ്റെ ഷോപ്പ് അങ്ങനെയൊക്കെയുണ്ട്. പുഴയുടെ ഭംഗി നോക്കി ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് നമുക്ക് നടക്കുന്നതൊന്നും അത്ര അറിയുന്നില്ല. അപ്പോൾ കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ ബോട്ടിങ് നമുക്ക് 100 രൂപ കൊടുത്താൽ ഈ ബോട്ടിങ്ങിന് ഇങ്ങനെ അരമണിക്കൂർ നമ്മളെ കൊണ്ടുപോകും. പിന്നെ അങ്ങനെ കുറേ ഐസ്ക്രീം ഷോപ്പും. ഇത് ഈ കാണുന്നത് ലൈറ്റ് ഹൗസാണ്. അങ്ങനെ നമ്മൾ നടന്ന് എത്താറായി. നല്ല അടിപൊളി പ്ലേസാണ്. നമ്മൾ ഒരിക്കലെങ്കിലും ഇങ്ങോട്ടേക്ക് വരണം. അത്രയ്ക്കും അടിപൊളിയാണ്. കാറ്റിൻ്റെ സൗണ്ടാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ കേൾക്കുന്നുള്ളത്. ഒരു വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടേക്ക് വരണം. നല്ല അടിപൊളി പ്ലേസാണ്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. എനിക്ക് കോഴിക്കോട് ബീച്ചിനേക്കാളും അടിപൊളി ഇഷ്ടപ്പെട്ടത് ഇവിടെയാണ്. കുറേ ആൾക്കാർ വരും ബർത്ത്ഡേക്ക് ഫോട്ടോഷൂട്ട്. പിന്നെ അങ്ങനെ കുറേ ഫോട്ടോഷൂട്ട് എടുക്കാൻ തന്നെ കുറേ ആൾക്കാർ വരും. അടിപൊളി സ്ഥലമാണ് ഫോട്ടോ എടുക്കാനൊക്കെ. അപ്പോൾ അപ്പുറം ബീച്ച് കാണാം. ബീച്ചിൽ മറ്റേ പാലം അതൊക്കെയുണ്ട്. ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള കാറാണ്. ഇതിലിരിക്കുന്നെങ്കിൽ 100 രൂപ കൊടുക്കണം. പിന്നെ ഐസ്ക്രീം ഷോപ്സ് അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട്. ഐസ്ക്രീം ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഐസ്ക്രീം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഐസ്ക്രീമൊക്കെ വന്നു. അതൊക്കെ കഴിച്ചു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഫുള്ള് ഉപ്പിലിട്ട ഐറ്റംസാണ്. പിന്നെ പാട്ടും കളിയും ഒക്കെ ഉണ്ട്. പാട്ടൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തതാണ്. അപ്പോൾ ബീച്ചിലിരുന്ന് ചായയൊക്കെ കഴിക്കുന്നെങ്കിൽ ഇവിടെയൊക്കെ വന്നാൽ മതി.